എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാ വീടുകളിലും നാരങ്ങ വാങ്ങാറുണ്ട്. കുറച്ച് കൂടുതൽ അളവിൽ തന്നെ നാരങ്ങ വാങ്ങിയാൽ പെട്ടെന്ന് തന്നെ ചീത്തായി പോവാറുമുണ്ട്. ഇനി വർഷങ്ങൾ മുഴുവനും തന്നെ സൂക്ഷിച്ചു വെക്കാനായിട്ട് നല്ല രുചികരമായിട്ട് തന്നെ നാരങ്ങ ഉപ്പിലിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 15ഓളം നാരങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്തിട്ടുള്ള നാരങ്ങ വേണം എടുക്കാനായിട്ടും. ഇനി നല്ല വെട്ടിത്തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നാരങ്ങ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. 2-3 മിനിറ്റ് വാട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ നിന്നും കോരി മാറ്റണം. നാരങ്ങ വാട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പൊന്ന് വിളയിച്ചെടുക്കണം. ഇനി ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വിനാഗിരിയും കുറച്ച് കല്ലുപ്പും 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ തന്നെ വറുത്തു പൊടിച്ച ഉലുവപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഈ കൂട്ടൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് വീണ്ടും നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം. കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നല്ലോണം വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലൊരു പാകത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 100 ഗ്രാം അളവിൽ നല്ലെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലെണ്ണയും മുളക് പൊടിയും എല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് തണുത്തു വരാനായിട്ട് നമുക്കൊന്ന് മാറ്റിവെക്കാം. ഈ സമയത്ത് വാട്ടി വെച്ചിരിക്കുന്ന നാരങ്ങയിലെ വെള്ളമയൊക്കെ ഒന്ന് തുടച്ചു മാറ്റിയതിന് ശേഷം നടുഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്തെടുത്ത നാരങ്ങ ഇവിടെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ഒരു നാരങ്ങ നിറച്ചെടുക്കാനുള്ള കുപ്പി വൃത്തിയാക്കി എടുത്തു വെക്കാം. ഇനി ഒരു നാരങ്ങ എടുത്തിട്ട് ഇതിന്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയാണ് നിറച്ചു കൊടുക്കേണ്ടത്. എല്ലാ ഭാഗത്തേക്കും മുളക് പൊടിയൊക്കെ നിറച്ചു കഴിഞ്ഞാൽ കുപ്പിയിലേക്ക് ഓരോന്നും ചായച്ച് വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഗ്രേവി കൂടെ ഇതിന്റെ മേലെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതേ പാത്രത്തിലേക്ക് കുറച്ചുകൂടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ കുപ്പിയുടെ മൂടിയിലേക്ക് കുറച്ച് നല്ലെണ്ണ കൂടെ തടകിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ മൂടി ഒന്ന് അടച്ചു കൊടുക്കാം. അങ്ങനെ ഒരു തരി പോലും പൂപ്പലൊന്നും തന്നെ വരാതെ വളരെ നാളത്തേക്ക് നാരങ്ങ സൂക്ഷിച്ചു വെക്കുന്ന ഈ ഒരു വീഡിയോ എന്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫുൾ വീഡിയോ കണ്ട് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.